ഡോക്ടർ പല പാടുകളെ പറ്റിയെല്ലാം സംസാരിച്ചു. ഇത് ഏതൊക്കെ തരത്തിലുള്ള പാടുകൾ കണ്ടാലാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് അല്ലെങ്കിൽ ചികിത്സ തേടേണ്ട സാഹചര്യം? പലപ്പോഴും ഈ വായിൽ വരുന്ന പാടുകളെല്ലാം നമ്മൾ അത്ര ഗൗരവപൂർവ്വം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണല്ലോ. അപ്പം ഏതൊരു തരം പാടുകൾ കണ്ടാലായിരിക്കും ഡോക്ടർ നമ്മൾ ചികിത്സ തേടേണ്ടത്? എന്നുവെച്ചാൽ ചില പാടുകൾ നമുക്ക് ഒരു ശല്യവും ഇല്ലാതെ വായിക്കാതിരിക്കും. അതായത് ഇപ്പം അതൊരു പ്രത്യേക എന്തെങ്കിലും ഒരു അസുഖം കൊണ്ട് വരുന്നതാകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ രണ്ട് പല്ലുകൾ തമ്മിൽ ചേരുന്ന മുകളിലത്തെയും താഴത്തെയും താടിയിലെ പല്ലുകൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് കവിളുകളിലായി വര പോലെയുള്ള വെള്ളപ്പാടുകൾ കാണും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ആ പല്ല് നമ്മൾ കടിക്കുമ്പോൾ അത് ആ കവിളിൽ ഇങ്ങനെ കൊണ്ടിട്ടുണ്ടാകുന്നതാണ്. അതവിടെ ഒരു നിരുപദ്രവകാരിയായി എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. പക്ഷേ ചില പാടുകൾ വെള്ളയും ചുമപ്പും നമുക്ക് ഭയങ്കരമായ നീറ്റലുണ്ടാക്കും. എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ എരിവുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ളതോ ആയ ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റൽ അനുഭവപ്പെടാം. അതേസമയം ഈ ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന പാടുകളാണെങ്കിൽ അത് വെള്ള നിറത്തിലിരിക്കാം, അല്ലെങ്കിൽ വെള്ളയും ചുമന്ന കളറിലും രണ്ടും കൂടി സമ്മിശ്രമായിട്ടിരിക്കാം, അല്ലെങ്കിൽ ചുമപ്പ് മാത്രമായിട്ട് ഇതുപോലെ വലിയ വ്രണങ്ങളായിട്ടും വരാം. അത് ആദ്യത്തെ പ്രാരംഭ ദിശകളിലൊന്നും അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും പേഷ്യൻറ്റിന് അനുഭവപ്പെടത്തില്ല. കുറച്ച് കഴിയുമ്പോഴാണ് പേഷ്യൻറ്റിന് വേദന കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ഈ വേദന ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഡോക്ടറിനെ ഉടനെ തന്നെ കാണും. പക്ഷേ വേദനയില്ലാത്ത പാടുകൾ നമ്മൾ വിചാരിക്കും നാളെ കാണാം, മറ്റന്നാൾ കാണാം എന്നും പറഞ്ഞ് നമ്മളത് വെച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത്. അപ്പം ഇതൊരു നിരുപദ്രവകാരിയായ വെള്ളപ്പാടാണോ അതോ നമുക്ക് ചികിത്സ ആവശ്യമുള്ള വെള്ളപ്പാടാണോ എന്നറിയാൻ തീർച്ചയായും ഒരു ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ അവർക്ക് അത് നമുക്ക് എന്തെങ്കിലും ചികിത്സ ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ അത് ബയോപ്സി അല്ലെങ്കിൽ ചതയെടുത്ത് പരിശോധിക്കേണ്ട ഒരു അസുഖമാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ ഒരു ഓറൽ മെഡിസിൻ റേഡിയോളജിസ്റ്റിനെ കഴിയൂ. അപ്പോൾ അത് ഉള്ള സ്പെഷ്യാലിസ്റ്റുകളുള്ള ഡെൻ്റൽ ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലുള്ളതോ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള എവിടെയാണോ ഡോക്ടറിൻ്റെ സേവനമുള്ളതോ അവിടെ കാണിച്ചാൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് ഡയഗ്നോസിസ് അതിനകത്ത് എത്തിച്ചേരാൻ പറ്റൂ. ഡയഗ്നോസിസ് കറക്റ്റായി കഴിഞ്ഞാലേ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഫലവത്താവത്തുള്ളൂ. തെറ്റായ ഡയഗ്നോസിസ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അനാവശ്യമായി പേഷ്യൻറ്റിനെ ഒരു ബയോപ്സിക്കോ അല്ലെങ്കിൽ അനാവശ്യമായി പേഷ്യൻറ്റിന് ചില മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അപ്പം കറക്റ്റ് ഡയഗ്നോസിസ് ഇത് ഏത് പാടായാലും വെള്ളയായാലും മഞ്ഞയായാലും ചുമപ്പായാലും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.